തിരുവനന്തപുരത്തെ തിരുവല്ലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ യുവതിയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. വിവരങ്ങൾ നൽകാൻ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, നമുക്കറിയാം ഈ സ്ത്രീധന പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു വിവരമൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മൃതദേഹവുമായി ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി, അല്പം മുമ്പാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലെത്തിയത്. തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് എത്തിയത്. അസിസ്റ്റന്റ് കമ്മീഷണറുമായി സംസാരിക്കണമെന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഉറപ്പ് വേണം, പ്രതികളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. സ്റ്റേഷന് മുന്നിൽ ആംബുലൻസിൽ യുവതിയുടെ മൃതദേഹം കൊണ്ടുവന്ന് കുറച്ചു നേരം നിർത്തിയതിനു ശേഷമാണ് ബന്ധുക്കൾ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ആദ്യഘട്ടത്തിൽ വളരെ വൈകാരികമായാണ് കുട്ടിയുടെ മാതാവടക്കമുള്ളവർ പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിൽ പോലീസുമായി ചെറിയ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും പോലീസ് ഇതിന് ഒരു ഉറപ്പ് നൽകണം. പ്രതികളടക്കം ആരോപിക്കുന്നവർ, അതായത് പെൺകുട്ടിയുടെ ഭർത്താവും കുടുംബവും പലരും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നു എന്ന അടക്കമുള്ള ആരോപണം ഈ കുട്ടിയുടെ ബന്ധുക്കളിന്റെ ഭാഗത്തു നിന്നുണ്ട്. അവർ ഒക്കെയും ആവശ്യപ്പെടുന്നത് പ്രതികളെ ഉടൻ തന്നെ പിടികൂടണം, വേണ്ട രീതിയിലുള്ള തെളിവുകൾ അവരുടെ ഭാഗത്തുണ്ട്, നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതിനായി തക്കതായ ഒരു ഉറപ്പ് വേണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ പോലീസുമായി സംസാരിച്ചു. അതിനുശേഷം മൃതദേഹവുമായി ബന്ധുക്കൾ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും കേസ് ഊർജിതമായി അന്വേഷിക്കുമെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉറപ്പ്. പക്ഷേ പ്രതികളെ ഉടൻ പിടികൂടുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഏതായാലും കേസ് വിശദമായി അന്വേഷിക്കും. അതിനുശേഷം പ്രതികളെന്ന് ആരോപിക്കുന്നവരുടെ മൊഴി എടുക്കും. ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏതായാലും വലിയ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനമായിരിക്കുന്നത്. ശ്രുതി, വ്യക്തമാണ് വിഷ്ണു. തിരുവനന്തപുരം തിരുവല്ലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ യുവതിയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചിരിക്കുന്നു. പ്രതിയെ ഉടൻ തന്നെ പിടികൂടണമെന്നുള്ള ഉറപ്പ് പോലീസ് നൽകണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. വിശദാംശങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്.